ഇപ്പം നമ്മൾ കാണുന്നത് വിയറ്റ്നാമിലെ ഒരു മാർക്കറ്റാണ്. അവിടെ പട്ടിയെ വേവിച്ച് പുഴുങ്ങി അവിടെ വെച്ചിരിക്കുകയാണ്. അത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഹനോയ് ഓൾഡ് ക്വാർട്ടർ എന്ന സ്ഥലത്താണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ആസാമിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ അവർ സ്വീകരിക്കുന്നത് ഇതുപോലെ തന്നെ ഒരു പട്ടിയെ കൊന്നിട്ടാണ്. അവർ നമ്മളവിടെ ചെല്ലുന്നതിൻ്റെ 2-3 ദിവസം മുമ്പ് തന്നെ പട്ടിക്ക് ഭക്ഷണമൊന്നും കൊടുക്കാതെ അതിനെ അങ്ങ് ചങ്ങലയിൽ കെട്ടിയിടും. എന്നിട്ട് നമ്മൾ വരുന്ന ദിവസം അതിനൊരുപാട് ഭക്ഷണം കൊടുക്കും. അപ്പോൾ പട്ടി ഒരുപാട് അങ്ങ് തിന്ന് കൊഴുത്ത് അങ്ങ് ബലൂൺ പോലെയാവും. എന്നിട്ട് അവർ ആ പട്ടിയെ കൊന്നിട്ട് അതിനെ വേവിക്കും അല്ലെങ്കിൽ പുഴുങ്ങും. എന്നിട്ട് നമ്മൾ വരുമ്പോൾ ഒരു ഇലയ്ക്കകത്ത് അല്ലെങ്കിൽ പാത്രത്തിൽ അവർ ആ പട്ടിയെ അങ്ങനെ തന്നെ പുഴുങ്ങി വെച്ചിരിക്കുന്നത് അങ്ങോട്ട് എടുത്തുകൊണ്ട് വെക്കും. എന്നിട്ട് അതിനെ മലർത്തി കിടത്തിയിട്ട് അതിൻ്റെ വയറ് കീറി എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് നമ്മളോടത് കഴിക്കാൻ പറയും. ആ സമയത്ത് നമ്മളത് കഴിച്ചില്ല എങ്കിൽ അവർക്കത് വലിയ നാണക്കേടാണ്. അതുകൊണ്ട് പട്ടിയൊക്കെ കറി വെച്ച് തിന്നുന്ന ആളുകൾ കേരളത്തിൽ വളരെ കുറവാണ്. അത് പ്രത്യേക ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. വിയറ്റ്നാമിലുള്ള ആളുകൾ ഒരു മംഗളോയിഡ് ചൈനീസ് ഒറിജിനുള്ള ആളുകളാണ്. അവർ പാമ്പിനെയും പട്ടിയൊക്കെ തിന്നാറുണ്ട്. അപ്പോൾ നമ്മൾ ചൈനയിൽ പോയി കഴിഞ്ഞാലും അവിടെ പാമ്പിനെയും പല്ലിയൊക്കെ അവർ തിന്നാറുണ്ട്. എല്ലാ തരത്തിലുള്ള ഉടുമ്പുകളെ അവർ തിന്നാറുണ്ട്. ഇതൊക്കെ പോഷകാംശമുള്ള ഭക്ഷണമാണെങ്കിൽ തന്നെയും മലയാളികൾക്ക് അത് ഇഷ്ടപ്പെടില്ല. ഇവിടെ അങ്ങനത്തെ ഒരു മാർക്കറ്റാണ് നമ്മൾ കാണുന്നത്.